അതേ ലോകപ്രസിദ്ധനല്ലേ. അദ്ദേഹത്തെ പോലെ ഒരാളിനെ ചലച്ചിത്ര അക്കാദമിയുടെ നേതൃപദവിയിലേക്ക് ലഭ്യമായതൊരു മഹാഭാഗ്യമാണ്. റസൂൽ പൂക്കുറ്റി നമ്മുടെ രാജ്യത്തിനും കേരളത്തിനും അഭിമാനകരമായ നേട്ടങ്ങൾ നേടിത്തന്ന ആളല്ലേ. അപ്പം അങ്ങനെ ഒരാളിനെ നമ്മൾ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടുതൽ സമയം കേരളത്തിലേക്ക് നമ്മുടെ അക്കാദമിയുടെ പ്രവർത്തനത്തിൽ ലഭ്യമാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചു. പൂർണ്ണ മനസ്സോടുകൂടി അത് അദ്ദേഹം സ്വീകരിക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ സമയം അക്കാദമിയുടെ പ്രവർത്തനത്തിന് സിനിമാ മേഖലയുടെ പുരോഗതിക്കും വേണ്ടി കേരളത്തിൽ ചിലവഴിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു അവസരം അദ്ദേഹത്തിനെ പോലെ ആൾ ഇവിടെ വന്ന് ചിലവഴിക്കാൻ തയ്യാറായെങ്കിൽ മലയാള സിനിമയുടെ മറ്റൊരു ഭാഗ്യം കൂടി വന്നിരിക്കുന്നു എന്നതാണ് ഞങ്ങൾ കാണുന്നത്. മാത്രമല്ല, ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ അക്കാദമി എക്സിക്യൂട്ടീവിൻ്റെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയൊരു ടീം വരട്ടെ എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഫിലിം ഫെസ്റ്റിവലിന് സ്വാഗതം നിന്ന് കൂടുന്നുണ്ട് 3 മണിക്ക്. അപ്പോൾ അത് കഴിയുമ്പോൾ ഫെസ്റ്റിവലിലേക്ക് പോവുകയാണല്ലോ. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ പ്രത്യേകതയുള്ള ഫിലിം ഫെസ്റ്റിവലായിരുന്നു. കാരണം മൺമറഞ്ഞു പോയ മഹാരഥന്മാരായ സിനിമാ രംഗത്തെ പ്രഗത്ഭരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്ന് കൊളുത്തിയ ദീപശിഖയെല്ലാം എത്തിയാണ് വലിയ തരത്തിൽ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഫെസ്റ്റിവൽ നടന്നത്. ഈ വർഷം അതേപോലെ തന്നെ വ്യത്യസ്തതകളോടുകൂടിയുള്ള ഒരു ഫിലിം ഫെസ്റ്റിവലായിരിക്കും ഈ വർഷവും നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ സ്വാഗതത്തോടു കൂടി 2025 ഫിലിം ഫെസ്റ്റിവൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് മാറ്റപ്പെടുന്നു.